പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നതിനെക്കുറിച്ച് പഠിച്ചു. എസ് സമം ഡിസ്പ്ലേസ്മെന്റ് എസ് ആണെങ്കിൽ എസ് സമം യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് കണ്ടുപിടിക്കാനാകും. സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് ഒരു വസ്തു സഞ്ചരിക്കുകയാണെങ്കിൽ ആ സ്ട്രെയിറ്റ് ലൈനായിട്ട് ആ സഞ്ചരിച്ച ദൂരം നമുക്ക് കണ്ടുപിടിക്കാനാവും. അതിൻ്റെ ഫോർമുല ഇതാണ്. സഞ്ചരിച്ച ദൂരം അതായത് ഡിസ്പ്ലേസ്മെന്റ് എസ് ആണെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്. യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. യു എന്നുള്ളത് ഇനീഷ്യൽ വെലോസിറ്റിയും ടി എന്നുള്ള ടൈമും എ എന്നുള്ള ആക്സിലറേഷനും ആണ്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അല്ലേ. ഇനി നമുക്ക് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഒരു വസ്തുവിൻ്റെ ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് ഒരു വസ്തുവിൻ്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റ് അഥവാ സ്ഥാനാന്തരം കണ്ടുപിടിക്കുന്നതിന് ചില ഉദാഹരണങ്ങളായിട്ട് ചില കണക്കുകൾ നോക്കി നമുക്ക് അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പരിചയപ്പെടാം. ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണമായിട്ട് ഒരു ഹെലികോപ്റ്റർ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് ഒരു വസ്തു താഴേക്കിടുന്നു. 50 സെക്കൻഡ് കഴിഞ്ഞാൽ ആ താഴേക്ക് വിടുന്ന വസ്തുവിന് എന്ത് വെലോസിറ്റി ഉണ്ടായിരിക്കണം എന്ന് കണ്ടുപിടിക്കണം. 50 സെക്കൻഡ് കഴിഞ്ഞാൽ. അപ്പോ ഒരു ഹെലികോപ്റ്റർ സമാന്തരമായിട്ട് ഇങ്ങനെ പറന്നു പോകണം. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു വസ്തു താഴേക്ക് ഇടുന്നു. 50 സെക്കൻഡ് കഴിഞ്ഞാൽ അതിന് എത്ര വെലോസിറ്റി ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മൾ പഠിച്ചു ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് ആക്സിലറേഷൻ ഇൻറ്റു ടൈമാണ് ഫൈനൽ വെലോസിറ്റി. ഫോർമുലയാക്കി എഴുതുകയാണെങ്കിൽ നമ്മൾ പഠിച്ചു വി സമം യു പ്ലസ് എ ടി അല്ലേ. അപ്പോൾ നമ്മൾ ഹെലികോപ്റ്ററിൽ ഒരു സാധനം ഇടുമ്പോൾ തുടക്കത്തിൽ എത്ര വെലോസിറ്റി ഉണ്ടാവും? അതിന് 0. അപ്പോൾ യു എത്രയാക്കാം? നമ്മൾ പറഞ്ഞ കണക്കിൽ യു സമം 0. എന്താണ് എ? ഭൂമിയിൽ സാധനം ഇടുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. എന്ത്? ഒരു സാധനം ഇടുമ്പോൾ അതിൻ്റെ വെലോസിറ്റി ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായി? ഓരോ സെക്കൻഡുകളും 9.8 മീറ്റർ പെർ സെക്കൻഡ് അതിൻ്റെ വെലോസിറ്റി വർദ്ധിച്ചുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ അതിൻ്റെ ആക്സിലറേഷൻ 9.8 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്നർത്ഥം. അപ്പോൾ നമുക്ക് 50 സെക്കൻഡ് കഴിയുമ്പോഴാണ് എന്ത്? ടി ടൈം അല്ലേ. 50 സെക്കൻഡ് കഴിയുമ്പോഴത്തേയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? അതിൻ്റെ വെലോസിറ്റി. ആ 50 സെക്കൻഡ് കഴിയുമ്പോൾ അതിന് വെലോസിറ്റി കൂടുമോ കുറയോ? കൂടും ഇല്ലേ? കാരണം ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും 9.8 വെച്ച് വർദ്ധിക്കും. അപ്പോൾ 50 സെക്കൻഡ് കഴിയുമ്പോൾ എത്ര വർദ്ധിക്കും? അപ്പോൾ വി സമം യു 0 അല്ലേ പ്ലസ് എ എന്നുള്ള 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറാ അല്ലേ. അപ്പൊ എ ഇൻറ്റു ടി 50 സെക്കൻഡ്. ഇതാണ് ഉത്തരം. മനസ്സിലായ? അതായത് 100 കൊണ്ട് പെരുക്കുകയാണെങ്കിൽ 980. അതിൻ്റെ പകുതി 400. ഇങ്ങനെ എഴുതാം. 8 40 ബാക്കി 4 50 45 49 490 മീറ്റർ പെർ സെക്കൻഡ്
അതിന്റെ വെലോസിറ്റി ഉണ്ടായിരിക്കും. മീറ്റർ പെർ സെക്കൻഡ്. ഇതിലൊരു 490, പിന്നെ 0 ഒരു പോയിന്റ് നീക്കി 496. 49.0 അല്ല, അതായത് ഇപ്പൊ ഗുണിക്കുമ്പോ 98 9.8 ഇൻറ്റു 50 അല്ലേ. 50 ഗുണിക്കുമ്പോ 0 വരും. 8 40, ബാക്കി 4 40 490. അപ്പൊ ഒരു പോയിന്റ് നീക്കുമ്പോ 400. മനസ്സിലായ? അപ്പൊ 400 മീറ്റർ പെർ സെക്കൻഡ് എന്തുണ്ടായിരിക്കും അതിന്? അതിന്റെ ഇത്ര മീറ്റർ പെർ സെക്കൻഡില് വെലോസിറ്റി. ഒരു സെക്കൻഡിൽ 490 മീറ്റർ. ആലോചിക്കാൻ, മുകളിൽ നിന്നൊരു സാധനം ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും വെലോസിറ്റി വരും. മനസ്സിലായോ? ഫോഴ്സ് അല്ല, ആക്സിലറിറ്റിക്ക് ആയി മാറും. അത്ര ഫാസ്റ്റ് ആവുന്നു. 50 സെക്കൻഡ് കഴിയുമ്പോഴേക്കും അപ്പൊ ആക്സിലറേഷൻ കൂടുമ്പോണ്ടാവും, ഫോഴ്സ് കൂടും. ഓക്കെ, ഇതാണ് നമുക്കപ്പോ ഇപ്പൊ വെലോസിറ്റി കണ്ടു. അപ്പൊ 100 സെക്കൻഡ് കഴിയുമ്പോഴോ 200 സെക്കൻഡ് കഴിയുമ്പോഴോ ഉള്ളതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായേ? അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? V സമം u പ്ലസ് at എന്ന ഇത് ഉപയോഗിച്ച് ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി മറ്റൊരു കണക്ക്. ഇതിൽ 50 സെക്കൻഡ് കഴിയുമ്പോൾ അത് എത്ര ദൂരം സഞ്ചരിക്കും എന്ന് കണ്ടുപിടിക്കണമെന്ന് പറയാം. എന്താണ് ഈ കണക്കില്? ഇത് 50 സെക്കൻഡ് കഴിഞ്ഞപ്പോ ഇതിന്റെ വെലോസിറ്റി ഇത്രയായി. അപ്പൊ അത് എത്ര ദൂരം പിന്നിട്ടു എന്ന് ചോദിക്കുക. അതായത് ഡിസ്പ്ലേസ്മെന്റ് എത്രയുണ്ടായി. അപ്പൊ അത് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. സഞ്ചരിച്ച ദൂരം എങ്ങനെ കണ്ടുപിടിക്കുക? എസ് ut പ്ലസ് ഹാഫ് at² അല്ലേ. ഇതിൽ u 0 ആയതുകൊണ്ട് 0 ഇൻറ്റു ടി എത്രയായിരിക്കും? 0 ഇൻറ്റു ടി പ്ലസ് ഹാഫ്. എ എന്ന് പറഞ്ഞ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇൻറ്റു ടി സ്ക്വയർ. ടി എന്ന് വെച്ചാൽ 50². അപ്പൊ ഇതിനൊന്നും ചെറുതാക്കി വരുമ്പോൾ ടി ഇൻറ്റു 0 0 പ്ലസ് ഹാഫ് ഇൻറ്റു 9.8 50 അല്ലേ. 50 ഇൻറ്റു 50 അല്ലേ. അപ്പൊ ഇത് കണ്ടുപിടിച്ച ഉത്തരമാണ് എന്ത്? ഇത് ചെയ്താൽ കിട്ടുന്ന ഉത്തരമാണ് എന്ത്? അസിസ്റ്റൻസ്. അപ്പൊ ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്താൽ മതി. അപ്പോ u 0 കാരണം ഈ ടൈം 0 ആയിരിക്കും. ബാക്കി ഉള്ളത് ഹാഫ്. എ എന്നുള്ളത് 9.8 ആണ്. പിന്നെ എം എന്നുള്ളത് ടി എന്നുള്ളത് 50 ആണ്. ടി സ്ക്വയർ എന്ന് വെച്ചാൽ 50 × 50 ആണ്. ഇതൊക്കെ പെരുക്കുമ്പോൾ 12,250 മീറ്റർ എന്ന് കിട്ടും. അപ്പൊ 50 സെക്കൻഡ് കഴിയുമ്പോൾ 12,250 മീറ്റർ ഇത് സഞ്ചരിച്ചിരിക്കും. ഇതാണ് നമ്മളോട് പറയുന്നത്. അപ്പൊ കേവലം ഒരു മുകളിൽ നിന്ന് ഒരു ഇനീഷ്യലി ഒരു വെലോസിറ്റി 0 ഒരു വസ്തു താഴേക്ക് ഇടുകയാണെങ്കിൽ 50 സെക്കൻഡ് കഴിയുമ്പോൾ ഈ ദൂരം സഞ്ചരിച്ചിരിക്കും. അങ്ങനെ നമുക്ക് ഇത് കണ്ടുപിടിക്കാനായിട്ട് ആകും. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ വെരി സിമ്പിൾ. ഈ ഫോർമുല മാത്രം നമ്മൾ മനസ്സിൽ ഉണ്ടായിരുന്നാൽ മതി. S സമം ut പ്ലസ് ഹാഫ് at². അപ്പോൾ മനസ്സിലായല്ലോ. ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. ഇത് ഉപയോഗിച്ച് ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ള എന്താ? A സമം u മൈനസ് എന്താണ് ആക്സിലറേഷൻ ഫോർമുല? ആക്സിലറേഷൻ A സമം ഫൈനൽ വെലോസിറ്റി v മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി u ബൈ ടി. എന്താണ്? ടൈം. മറക്കരുത് കേട്ടാ. അതൊക്കെ ഫോർമുല ഉണ്ടായാൽ നമുക്ക് ഇതൊക്കെ കണ്ടുപിടിക്കാവുന്നതാണ്. ഇനി നമുക്ക് അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഇനി നമുക്ക് മറ്റൊരു ഇതിലേക്ക് കടക്കാം. നമുക്കറിയാം
വെലോസിറ്റി ആക്സിലറേഷൻ തമ്മിൽ ബന്ധമുണ്ടെന്നില്ല അല്ലേ? ആക്സിലറേഷനാണ് വെലോസിറ്റി കൂട്ടി കൂട്ടി വരുന്നത്. അപ്പോൾ 0 വെലോസിറ്റിൻ്റെ ഒന്നിന് ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ വെലോസിറ്റി കൂടി കൂടി വരും. അപ്പോൾ വെലോസിറ്റി ഉണ്ടാക്കുന്നത് എന്താണ്? ആക്സിലറേഷൻ ആണ്. അത് മനസ്സിലായല്ലോ. ഇനി നമ്മൾക്ക് അപ്പം എന്താണ്, നമ്മൾ ഈ സാധനം കൂടിയിരിക്കുന്നതിന് ആക്സിലറേഷൻ ഉണ്ടാ? ഇല്ല. ഇനി വെലോസിറ്റിയിൽ 0ആണ്, വെലോസിറ്റി ഇല്ല. ഇനി വെലോസിറ്റി ഉണ്ടാക്കണേ എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് പറഞ്ഞേ. ഫോഴ്സ് ഒന്ന് തട്ടണം അല്ലേ? ഇപ്പൊ കണ്ട ആ ഫോഴ്സാണ് എന്തുണ്ടാക്കുന്നത്? ആക്സിലറേഷൻ ഉണ്ടാക്കുന്നത്. ഈ ആക്സിലറേഷനാണ് വെലോസിറ്റി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നമുക്ക് പറയാം, ഫോഴ്സ് എന്തുണ്ടാക്കുന്നു? ഫോഴ്സാണ് എന്തുണ്ട്? ആക്സലറേഷൻ ഉണ്ടാക്കുന്നത്. ഏതാണ് എന്തിട്ടുണ്ടാക്കുന്നത്? വെലോസിറ്റി ഉണ്ടാക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആക്സലറേഷൻ നിന്ന് ഉപയോഗിച്ച് നമ്മൾ വെലോസിറ്റി കണ്ടുപിടിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം വെലോസിറ്റി ആക്സലറേഷനാണ് എന്ത് വെലോസിറ്റി ഉണ്ടാകുന്നത്. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ടാണ് ആക്സലറേഷൻ ഉപയോഗിച്ച് നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ആക്സലറേഷൻ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫോഴ്സാണ്. കണ്ടില്ലേ? നമ്മൾ കണ്ടു ഇല്ലേ? ഒരു നിശ്ചലമായിരിക്കുന്ന ഈ ടോയ് കാറിനെ ഞാൻ ചെറിയൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ അത് നിങ്ങൾ ഉരുണ്ട് മുന്നോട്ട് നീങ്ങുന്നത് കണ്ടു. ചലനം വെലോസിറ്റി അതിന് കൈവരിക്കുന്നത് കണ്ടു. ആ ഫോഴ്സ് ഉണ്ടാക്കുന്നത് മനസ്സിലായി? അത് പറഞ്ഞുതരാം. ഫോഴ്സ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? അത് നിങ്ങൾക്ക് പറയാൻ പറ്റും. എന്തിനു ഫോഴ്സ് വേണമെങ്കിൽ? ഇപ്പം നമുക്കൊരു കാറ് പെട്ടെന്ന് തന്നെ ബ്രേക്ക് ഡൗൺ ആയി, അതൊന്ന് നീങ്ങണം വിചാരിക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾ ഒറ്റയ്ക്കുള്ളൂ വിചാരിക്കുക. ഒന്ന് തള്ളി അനങ്ങുന്നില്ലേ? അപ്പോൾ അതിന് ആക്സലറേഷൻ ഉണ്ടാവുന്നുണ്ടോ? ഇല്ലേ. അപ്പോൾ എന്ത് വേണം അതിന്? നിങ്ങൾക്ക് തള്ളണമെങ്കിൽ എന്ത് വേണം? ബലം പ്രയോഗിക്കണമെങ്കിൽ ശക്തി വേണം. അപ്പോൾ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി വേണം. അതിന് ഫോഴ്സ് അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? എനർജി വേണം. മനസ്സിലായ? ഫോഴ്സിന് കാരണം ശക്തി. മനസ്സിലായ? ഇപ്പം ഒരു 4 ആൾ കൂടി, അപ്പോൾ 4 ആളുടെ എനർജി ഉണ്ട്. അത് അപ്ലൈ ചെയ്യുമ്പോൾ അപ്പോൾ ആ കാറൊന്ന് നീങ്ങി എന്ന് വരും. മനസ്സിലായേ? അപ്പോൾ ഫോഴ്സ് ഉണ്ടാക്കുന്നത് ഫസ്റ്റ് ചോദ്യമാണ്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരണം. അപ്പോഴാണ് നമുക്ക് പഠിക്കാൻ പറ്റുക. എനർജിയാണ് എന്തുണ്ടാക്കുന്നു? ഫോഴ്സ് ഉണ്ടാക്കുന്നു. ഫോഴ്സിൽ നിന്നാണ് ആക്സിലറേഷൻ ഉണ്ടാക്കുന്നു. ആക്സിലറേഷനാണ് വെലോസിറ്റി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്കറിയാം എന്തറിഞ്ഞാൽ എനർജി കണ്ടുപിടിക്കാം, എനർജി കാൽക്കുലേറ്റ് ചെയ്യാന്നൊക്കെ അല്ലേ? ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അത് ഇനി അടുത്തെടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ആക്സിലറേഷനാണ് ഫോഴ്സാണ് ആക്സിലറേഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോഴ്സ് കണക്കാക്കണം. ഫോഴ്സ് കണക്കാക്കണമെങ്കിൽ ഏത് ഉപയോഗിക്കാം? നമ്മൾ ആക്സിലറേഷൻ അറിഞ്ഞ് നമുക്കറിയാം അല്ലേ? കൂടുതൽ ഫോഴ്സ് ഒരു വസ്തു ചെലുത്തുമ്പോൾ കൂടുതൽ ആക്സിലറേഷൻ ഉണ്ടാവും. കുറവ് ഫോഴ്സ് കുറവ്. അപ്പോൾ ആക്സിലറേഷൻ നോക്കിയിട്ട് അപ്ലൈ ചെയ്ത ഫോഴ്സ് നമുക്ക് കണക്കാക്കാനായിട്ട് കഴിയും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്കറിയാം, ഈ കാര്യം ഞാൻ ചെറിയൊരു ഫോഴ്സ് തട്ടിയപ്പോൾ നീങ്ങി. ഇതിൻ്റെ ഒരു 10 ഇരട്ടിയുള്ള ഇതാണെങ്കിൽ ഇതേ ഫോഴ്സിൽ തട്ടി ഇതേ വേഗത കൈവരിക്കൂ? ഇല്ല. എന്താ കാരണം? മാസ് കൂടുമ്പോൾ നമുക്ക് ചെറിയ ഫോഴ്സ് പോരാ, ഈ ഫോഴ്സ് പോരാ, കുറച്ചും കൂടി ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും. ഇതേ വേഗത ആക്സിലറേഷൻ ഉണ്ടാവണമെങ്കിൽ അല്ലേ? അപ്പോൾ ഒരു നിശ്ചിത ആക്സിലറേഷൻ ഉണ്ടാവണമെങ്കിൽ മാസ് കൂടുതലാണെങ്കിൽ കൂടുതൽ അല്ലേ? ഇനി നോക്കുക, നമ്മളിതിൽ പതുക്കെ തട്ടി കുറച്ച് ആക്സിലറേഷൻ ഉണ്ടല്ലോ. ഇതിൻ്റെ കുറച്ചും കൂടി നമ്മൾ ആക്സിലറേഷൻ വേണമെങ്കിൽ എന്ത് വേണം? കൂടുതൽ ഫോഴ്സ് വേണം. ആ ഫോഴ്സ് കൂടും തോറും ആക്സിലറേഷൻ കൂടും. നമുക്ക് മനസ്സിലായില്ലേ? അതുപോലെ മാസ് അപ്പോൾ അഥവാ ആക്സിലറേഷൻ കൂടും തോറും ഫോഴ്സ് കൂടും. അതുപോലെ മാസ് കൂടും തോറും ഫോഴ്സ് എന്തുണ്ടാവും? കൂടുതൽ ഫോഴ്സ് വേണം. അപ്പോൾ ഈ ഫോഴ്സ് എന്നുള്ളത് ഏതിനൊക്കെ ആനുപാതിക? മാസ് കൂടുന്നതിനനുസരിച്ച് കൂടുതൽ ഫോഴ്സ് വേണ്ടി വരും. കൂടുതൽ ആക്സിലറേഷൻ വേണമെങ്കിൽ കൂടുതൽ ഫോഴ്സ് വരും. ആ ഫോഴ്സ് എന്നുള്ളത് ഏതിനാണ്? അതായത് അത് എന്ത് കൂടുമ്പോൾ? ഫോഴ്സ് കൂടുമ്പോൾ ആക്സിലറേഷൻ കൂടും. മാസ് അതുപോലെ അല്ലെങ്കിൽ തിരിച്ചു പറയാം, ആക്സിലറേഷൻ കൂടുമ്പോൾ ഫോഴ്സ് കൂടും, മാസ് കൂടുമ്പോൾ
ഫോഴ്സ് കൂടും അല്ലെ. എന്ന് വെച്ചാല് മാസ് എന്നുള്ളത് ഫോഴ്സ് എന്നുള്ളത് മാസിന് ആനുപാതികമാണ്. അപ്പൊ ഇങ്ങനെ എഴുതാം. അതിന്റെ അർത്ഥം മാസ് എന്നുള്ളത് ഫോഴ്സ് എന്നുള്ളത് മാസിന് ആനുപാതികമാണ്. അതിന്റെ അർത്ഥം മാസ് കൂടുമ്പോ ഫോഴ്സ് കൂടും, അല്ലെങ്കിൽ ഫോഴ്സ് കൂടുമ്പോ മാസ് കൂടും. അല്ലെങ്കിൽ ഇതിന് പറയാ പിന്നെ നമുക്ക് ആക്സിലറേഷൻ. ഈ ആക്സിലറേഷൻ എന്നുള്ളതും നമുക്ക് വേണ്ട കൂടുതൽ ആക്സിലറേഷൻ വേണമെങ്കിൽ കൂടുതൽ ഫോഴ്സ് വേണം. അപ്പൊ അതിന്റെ അർത്ഥം ഫോഴ്സ് ആനുപാതികമാണ് ആക്സിലറേഷൻ എന്നാണ്. എന്താണ് ആക്സിലറേഷൻ ആണ്. അപ്പൊ ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഈ പ്രൊപ്പോർഷന്റെ നിയമം അനുസരിച്ച് F=ma എന്ന് എഴുതാം. എന്ന് വെച്ചാൽ പ്രൊപ്പോർഷൻ മറ്റൊരു നിയമം വെച്ച് ഇങ്ങനെയാണെങ്കിൽ F എന്നുള്ളത് K×ma എന്ന് എഴുതാം. ഇവിടെ K എന്ന് പറഞ്ഞത് ഒരു കോൺസ്റ്റന്റ് ആണ് എന്നർത്ഥം. ഇത് പ്രൊപ്പോർഷൻ എന്ന കണക്ക് നന്നായി പഠിച്ചാൽ കിട്ടുന്നതാണ്. അപ്പൊ ഇത് പെട്ടെന്ന് തന്നെ പ്രൊപ്പോർഷൻ എന്ന കണക്കറിയുന്നവർക്ക് ഇത് എഴുതിയ വശം മനസ്സിലാവും, അല്ലാത്തവർക്ക് മനസ്സിലാവില്ല. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ഈ പ്രൊപ്പോർഷന്റെ 3-4 ക്ലാസ്സുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതേ ചാനലിൽ തന്നെ. അത് പഠിച്ചതിന് ശേഷം കാണുകയാണെങ്കിൽ സിമ്പിളായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ പ്രൊപ്പോർഷനെ കുറിച്ചുള്ള ആ ക്ലാസ്സിൽ കണ്ടാൽ മതി, നിങ്ങൾക്കത് ഈസിയാവും. ഇനി വീണ്ടും ഒരേ ക്ലാസ് തന്നെ വീണ്ടും നമ്മൾ ഇടേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അത് പഠിക്കുക, അതിന് ശേഷം നോക്ക് ഇത് കാണുക. അപ്പൊ K എന്നുള്ളത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം K എങ്ങനെ കണ്ടുപിടിക്കും, എന്താണ് K എന്ന് സംശയമുള്ളവർക്ക് നമുക്ക് പറയാം. നമുക്ക് നോക്കാം. ഈ മാസ് ഒരു യൂണിറ്റ് ആണെന്ന് വിചാരിക്കുക. എന്താണ് ഒരു യൂണിറ്റ്? ആക്സിലറേഷൻ ഒരു യൂണിറ്റ് ആണ്. ഉള്ളൊരു സാധനം ആണെന്ന് വിചാരിക്കുക. ഒരു സിറ്റുവേഷൻ നിങ്ങൾ സങ്കല്പിക്കുക. മാസ് എത്ര? മാസ് ഒരു യൂണിറ്റ് മാസ് ഉള്ളതും ഒരു വസ്തുവിനെ കൽപ്പിക്കുക. അപ്പൊ ഇതിന് ഇപ്പൊ നോക്കുക, അതിവിടെ ഞാനൊരു പെട്ടി വെച്ചിരിക്കുന്നത്. ഇതിനൊരു യൂണിറ്റ് മാസാന്ന് വിചാരിക്കുക. അതായത് 1 കിലോ ഭാരമുണ്ട് ഇതിനും വിചാരിക്കും. ഇപ്പൊ നിങ്ങൾ കാണുന്ന പെട്ടിക്ക് എത്ര ഭാരമുണ്ട്? 1 കിലോ. അപ്പൊ ഒരു യൂണിറ്റ് ആണ്. 1 കിലോ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റാ. ഇതിനെ ഞാൻ ഒരു തള്ളിയപ്പോ 1 മീറ്റർ നീങ്ങി, ഒരു തള്ളിയപ്പോ ഈ സാധനം ഇങ്ങനെ പോയിട്ട് മീറ്റർ നീങ്ങിയിട്ട് വീണു. അപ്പൊ അതെന്ന് വെച്ചാല് 1 സെക്കൻഡിൽ അതിന് എത്ര ആക്സിലറേഷൻ ഉണ്ടായി? 1 മീറ്റർ പെർ സെക്കൻഡ് ഉണ്ടായി. 1 മീറ്റർ പെർ സെക്കൻഡ് ആക്സിലറേഷൻ ഇതിനുണ്ടായി എന്ന് വിചാരിക്കുക. 1 സെക്കൻഡിൽ അതിന് ഉണ്ടായ ആക്സിലറേഷൻ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫോഴ്സ് എത്രയായിരിക്കും? അപ്പൊ ഇതില് M എന്നുള്ളത് 1 kg, എന്നുള്ളത് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇതിനുണ്ടാവുക F എത്രയായിരിക്കും? ഈ കണക്കില് K×1 അതോ F=K അല്ല. ഇതിലിങ്ങനെ വരുമ്പോ കൊണ്ണല്ലേ, ഈ 1 വരുമ്പോ F എന്നുള്ളതിന് എത്രയായിട്ട് വരും? 2 യൂണിറ്റ് വരുമ്പോ K. അപ്പൊ K എന്നുള്ളത് ഇനി നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നത്? K എന്നുള്ള F തന്നെയാണ്. F എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ആണ്. അപ്പൊ K എന്നുള്ളത് ഒരു ഫോഴ്സ് ആണ് എന്ന് മനസ്സിലായല്ലോ. F ഇത് F-ന് തുല്യമാണ് എന്ന് വെച്ചാൽ ഫോഴ്സിന് തുല്യമാണ് എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ അപ്പൊ K എന്നുള്ളത് ഫോഴ്സ് ആണ്. എപ്പോഴത്തെ ഫോഴ്സ് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? അതായത് മാസും ആക്സിലറേഷൻ ഓരോ യൂണിറ്റ് വരുമ്പോൾ ഉള്ള ഫോഴ്സ് ആണ് K. അപ്പൊ K എന്നുള്ള ഫോഴ്സ് ആണ്. ഇത് രണ്ടും ഒന്നീച്ച വരുമ്പോ, അതായത് യൂണിറ്റ് ആയിട്ട് വരുമ്പോഴുള്ള ഫോഴ്സ് ആണ് എന്നർത്ഥം. അപ്പൊ ഫോഴ്സ് ആണ്, യൂണിറ്റ് ആയിരിക്കും ഫോഴ്സ്. ആ ഫോഴ്സിനെ നമുക്കൊരു പേര്, ആ ഫോഴ്സിനെ നമുക്ക് അളക്കാൻ ഉപയോഗിക്കാമെങ്കിൽ, അളക്കണമെങ്കിൽ ഏതൊരു ഫോഴ്സ് അളക്കണമെങ്കിൽ എന്ത് വേണം? ഏതൊരു ഫോഴ്സും അളക്കണമെങ്കിൽ നമുക്ക് അറിയുന്നൊരു ഫോഴ്സ് വേണം. അപ്പൊ അറിയുന്നൊരു അളവ് വെച്ചിട്ടാണ് നമ്മൾ ഏതൊരു അറിയാത്ത അളവും അളക്കുക. അത് നിങ്ങളോട് മുമ്പ് പറഞ്ഞു. അത് ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ അറിയുന്ന ഒരളവായിട്ട് ഒരെണ്ണം നമുക്ക് വേണ്ടേ? അതായത് നമുക്കറിയാം ഒരു യൂണിറ്റ്
ഭാരമുള്ള അതായത് 1 കിലോ ഉള്ളതും 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലേഷനും ഞാൻ ഉണ്ടാവുന്ന വിധത്തിൽ തള്ളുകയാണെങ്കിൽ എനിക്ക് തള്ളുമ്പോൾ എനിക്ക് കൈമ ഒരു ഫോഴ്സ് അനുഭവപ്പെടും. എനിക്ക് അറിയാം എത്ര ഫോഴ്സ് എന്ന്. ആ ഫോഴ്സ് നമുക്ക് ഇനി അളക്കാൻ ഉപയോഗിക്കാം. ഇത് മനസ്സിലായി എത്രയാണ് ആ ഫോഴ്സ് എന്ന്. ആ ഫോഴ്സ് ഞാൻ 1 ന്യൂട്ടൺ എന്ന് പേരിട്ടു. എന്ന് പറയാ ന്യൂട്ടൺ. അപ്പൊ നമുക്ക് ആ സമയത്ത് എത്രയായിട്ട് മനസ്സിലായി? ഇപ്പോ 1 ന്യൂട്ടൺ ആണ് മനസ്സിലായി അല്ലേ? ഇതൊരു യൂണിറ്റിന്റെ ഇത് വരുമ്പോൾ ഇത് ഉണ്ടാവുന്ന ഫോഴ്സാണ്. അതിനെന്ത് പേര്? 1 ന്യൂട്ടൺ എന്ന് പേരിട്ടു. അപ്പൊ കെ എന്ന് പറയുന്നത് എന്താണ്? 1 ന്യൂട്ടൺ എന്ന് പറയാ. 1 ന്യൂട്ടൺ എന്ന് പറയും. 1 ന്യൂട്ടൺ. ആ കെ എന്നുള്ളത് 1 ന്യൂട്ടൺ ആണ്. കെ എന്നുള്ളത് 1 ന്യൂട്ടൺ ആണ്. എപ്പോൾ? ഇത് 1 വരുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ് 1 ന്യൂട്ടൺ ആണ്. അപ്പോൾ അതിനെ നമ്മൾ അളക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതിനെ ഏകമായിട്ട് എടുക്കാം, യൂണിറ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ് 1 ന്യൂട്ടൺ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? എഫ് എന്നുള്ളത് എം എ അല്ലേ? എം എ ആയിരിക്കും. ഉത്തരം എത്ര? അത് ഒരെണ്ണാണ്. ഇത് ഒന്നാണെങ്കിൽ 1 ന്യൂട്ടൺ ആയിരിക്കും. എം എ ആണെങ്കിൽ അല്ലെ കെ എം എ അല്ലേ? അല്ല ഇത് കെ എം അല്ലേ? അപ്പൊ ഇത് 1 വരുമ്പോഴുള്ള കെ എന്നുള്ളത് 1 ന്യൂട്ടൺ അല്ലേ? അപ്പൊ കെയുടെ സ്ഥാനത്ത് 1 ന്യൂട്ടൺ ആയിരിക്കൂടെ? 1 എൻ എഴുതാം ഇൻറ്റു എം എ. അപ്പൊ എന്ന് വെച്ചാൽ എഫ് എന്നുള്ളത് എന്ത് വരും? എപ്പോഴും എഫ് ഈക്വൽ ടു എം എ 1 അല്ലേ? 1 ഇൻറ്റു എം എ അല്ലേ? എം എ ന്യൂട്ടൺ ആയിരിക്കും എന്നർത്ഥം. അപ്പൊ നമുക്ക് ഒരു 50 കിലോ ഉള്ള ഒരു വസ്തു കൂടി ഇരിക്കുന്നത്. എത്രയാണ് കിലോ? 50 കിലോ ഉള്ളൊരു ഇത് ഞാൻ തള്ളിയപ്പോ വിചാരിക്കുക 50 kg ഉള്ള ഒരു ചാക്ക്. ഫോർ എക്സാമ്പിൾ 50 kg ഉള്ള ഒരു ചാക്ക്, ഒരു ചാക്ക് ഞാൻ തള്ളിയപ്പോ അത് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ ആക്സിലറേഷനിൽ നീങ്ങി. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കണേ, എത്ര ന്യൂട്ടൺ ബലം ഞാൻ പ്രയോഗിച്ചെന്ന് വെച്ചാൽ അങ്ങനെ പറയാം. എഫ് എന്നുള്ളത് എങ്ങനെയാണ്? 50 മാസ് അല്ലെ ഇൻറ്റു 2 ന്യൂട്ടൺ പറഞ്ഞാൽ മതി. 1 ന്യൂട്ടൺ അല്ലേ? അപ്പൊ ഇത് രണ്ടും കുടിച്ച ന്യൂട്ടൺ അല്ലേ കിട്ടിയത്? 100 ന്യൂട്ടൺ ഫോഴ്സ് ആണ് കിട്ടി. മനസ്സിലായോ? ആ ഫോഴ്സ് കണക്കാക്കാൻ എന്തൊക്കെ അറിഞ്ഞാൽ മതി മനസ്സിലായി നമുക്ക്? മാസ്, ആക്സിലറേഷൻ. മാസും ആക്സിലറേഷൻ ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരം ആ ന്യൂട്ടണിൽ പറഞ്ഞാൽ മതി. അത്ര ന്യൂട്ടൺ എന്ന് വെച്ചാല് അതിന്റെ അർത്ഥം ഞാൻ ആ ചാക്ക് നീക്കാനായിട്ട് 1 കിലോ ഭാരവും ഉള്ള ഒരു സാധനത്ത് 1 മീറ്റർ നീക്കാൻ ഉപയോഗിക്കുന്ന ഫോഴ്സിന്റെ 100 ഇരട്ടി ഫോഴ്സ് ചെലുത്തുന്നത്. ആ ചാക്ക് നീക്കാൻ എത്ര ഫോഴ്സ് ഉപയോഗിക്കണം ഞാൻ? അതായത് 1 കിലോ ഭാരമുള്ള ഒരു സാധനത്തെ തള്ളുമ്പോ 1 മീറ്റർ ആക്സിലറേഷൻ കൊണ്ട് നീങ്ങില്ലേ? അതിന് ഞാൻ ഉപയോഗിക്കുന്ന ഫോഴ്സ് ഇല്ലേ? അതിനെയാണ് 1 ന്യൂട്ടൺ എന്ന് പറയാ. അപ്പൊ 50 കിലോ ഉള്ള ഒരു സാധനം 2 മീറ്റർ നീങ്ങണമെങ്കിൽ 100 ന്യൂട്ടൺ ഫോഴ്സ്. അതായത് ഞാനിപ്പോ ഇങ്ങനത്തെ സാധനം 1 മീറ്റർ തള്ളുന്നതിന്റെ 100 ഇരട്ടി ബലം ശക്തി വേണം എന്നർത്ഥം. അപ്പൊ ശക്തി ചോദിച്ച് അളക്കാലോ. അപ്പൊ ശക്തി എന്ന് വെച്ചാൽ ഫോഴ്സ് അളക്കാലോ. ശക്തിയല്ല, ഫോഴ്സ് അളക്കാലോ. ആ ഫോഴ്സ് അളക്കാനായിട്ട് മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്നൊരു ഫോർമുല നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ നമ്മളൊരു കണക്കും ചെയ്തു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം, ബൈ.